ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല ജോലികളും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ട്. നമുക്ക് അതെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ചധികം നല്ല ടിപ്സുകളും ട്രിക്കുകളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടൊരു നല്ലൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ ചെറുനാരങ്ങ ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് കുറച്ച് സമയം ചൂടാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയിൽ നിന്നൊരു ഓയിൽ പുറത്തേക്ക് വന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് തീ വരുന്നതാണ്. ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യുക. അപ്പം നന്നായിട്ട് ചുട്ടെടുത്തിട്ടുള്ള ലെമണാണ് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് അതിൻ്റെ നീര് മാത്രമാക്കിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഈ ഒരു നീരിൻ്റെ കൂടെ നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചുമയുള്ള ഒരാൾക്കും ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ചുമ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കഫ് സിറപ്പാണ്. ലെമണിൻ്റെ നല്ല പുളിപ്പുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്നാണ് ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ ഇതുകൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കുകളെല്ലാം ഉണ്ട്. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുന്ന സമയത്ത് പൊടി എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ ചൂടുള്ള വെള്ളം, നല്ലതുപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഇടിയപ്പത്തിനാണെങ്കിലും പത്തിരിക്കാണെങ്കിലും മാവ് കുഴച്ചെടുക്കാറ്. അപ്പോൾ അത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മളൊരു തവി വെച്ചിട്ട് കുഴച്ചാലും നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ച് കഴിഞ്ഞാലാണ് നല്ലൊരു സോഫ്റ്റ് കിട്ടുക. ചൂടോടെ കുഴച്ചാൽ മാത്രമേ മാവിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട്, നല്ല ഹൈറ്റുള്ള ഗ്ലാസ് അല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കയ്യിലൊന്നും പെടാതെ തന്നെ മാവ് നല്ല ചൂടോടെ കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. നല്ല സോഫ്റ്റ് ആവട്ടോ മാവ്. നമ്മൾ ഇടിയപ്പാണെങ്കിലും ശരി പത്തിരി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഇതുപോലെ ഒരു ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ട്രിക്ക് അറിയാത്തവർ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന സമയത്തും ആ ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി പരത്താനും ഈ ഒരു ഗ്ലാസ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ചപ്പാത്തി പരത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസിയാണ് കേട്ടോ. നമുക്ക് സാധാരണ ഒരു റോളർ വെച്ച് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇതൊന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്യാവുന്ന ട്രിക്ക് എന്താണെന്ന് നോക്കാം. ചൂടായ ചപ്പാത്തി കല്ലിലേക്ക് നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്ത് നമ്മൾ ചെറുതായിട്ടൊരു ബബിൾ വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അതേ ഗ്ലാസ് കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ചപ്പാത്തി പൊങ്ങി വരുന്നതാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു അല്പം ഓയിലാക്കിയിട്ട് ആ ചപ്പാത്തിൻ്റെ മുകളിൽ ഈസി ആയിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ചപ്പാത്തിയിലിടുന്ന ഓയിൽ അധികം അളവിലാവില്ല. ഒരല്പം ഓയിൽ മാത്രം, എന്നാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഓയിൽ പുരട്ടിയെടുക്കുന്നത് പോലെ ആവുകയും ചെയ്യും. ഇത് നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. ചില സമയത്ത് നമുക്ക് ഗുളിക പൊട്ടിച്ച് കഴിക്കേണ്ടി വരും. അങ്ങനെ ഉള്ള സമയത്ത് കൈ വെച്ചിട്ട് പൊട്ടിച്ച് അത് കറക്റ്റ് അളവിന് പൊട്ടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു ഫോർക്ക് എടുക്കുക. എന്നിട്ട് ആ ഫോർക്കിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഗ്യാപ്പിലേക്ക് ആ ടാബ്ലറ്റിനെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് പൊട്ടി വരുന്നതാണ് കേട്ടോ. അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം. ഇതുപോലെ പച്ചയായിട്ടുള്ള ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ നീര് വരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള മുഴുവൻ ജ്യൂസും നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് നീര് വരാത്തൊരു ചെറുനാരങ്ങയും കൂടിയാണ് കേട്ടോ. ഇതുപോലുള്ള ഗ്രീൻ ആയിട്ടുള്ള അതിന്ന് കൂടി നമുക്ക് ഈസി ആയിട്ട് തന്നെ നീര് പിഴിഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. മിക്ക ആളുകൾക്കും രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ കാലിന് നല്ല വേദന ഉണ്ടാവും. അപ്പം നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരല്പം വിക്സ് എടുത്തിട്ട് കാലിൻ്റെ അടിഭാഗത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ആ ഒരു കാലിൻ്റെ വിക്സ് പുരട്ടിയില്ലേ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരല്പം പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളൊരു സോക്സും കൂടിയും അത് ഇട്ട് കൊടുത്തിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ ഒരു രാവിലെ ഉണരുന്ന സമയത്തുള്ള ആ ഭയങ്കര വേദന നിങ്ങൾക്ക് ഇല്ലാതാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇത് ദിവസവും ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ. ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് നോക്കാം. നമ്മൾ ഇതുപോലെ ചോറെല്ലാം വാർത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് നിൽക്കും. ഒട്ടും തന്നെ മറിഞ്ഞു വീഴാണ്ട് നമ്മളുടെ കയ്യിലേക്ക് ചൂടുവെള്ളമൊന്നും പെടാണ്ട് അത് സേഫായിട്ട് നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിക്കും നിങ്ങൾ ചെയ്ത് നോക്കൂ.
ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ടിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി ആക്കി എടുത്തതിന് ശേഷം അതിനെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് കനം കുറച്ച് കിട്ടുന്നതാണ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. ഉണങ്ങി അതിൻ്റെ നീരെല്ലാം വറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂൺ അളവിൽ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് നമ്മളുടെ മെഹന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ്. എന്നിട്ട് ഞാനൊരു കുക്കറിലാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിന് കുക്കറിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കണം. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇത് കരിഞ്ഞ് പിടിച്ചാലും കുക്കർ ചീത്തയാവാണ്ട് നല്ല സേഫായിട്ട് വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനും ഞാൻ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കരിയൊന്നും അതിൽ പിടിക്കാണ്ട് നമുക്ക് സേഫായിട്ട് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് എല്ലാം ഞാൻ ഈ കുക്കറിലേക്ക് സൈഡിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി സ്റ്റവിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നുണ്ട്. ഐസ് വാട്ടറാണ് കേട്ടോ. ഇത് നന്നായിട്ടൊരു അരമണിക്കൂർ നല്ലപോലെ ഒന്ന് കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ് കേട്ടോ. കുക്കർ അല്പം പോലും കേടാവാണ്ട് നമുക്ക് സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് ഒഴിവാക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ ലിക്വിഡ് മെഹന്തി. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ്. മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മെഹന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെഹന്തി തന്നെ ഞാൻ എൻ്റെ കയ്യിലൊന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ നഖത്തിലിടുന്ന സമയത്ത് ഒരു 2-3 ടൈംസ് കൂടി എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിലിട്ടതിന് ശേഷം ഒന്ന് ഡ്രൈ ആയി തുടങ്ങി കഴിയുന്ന സമയത്ത് ഞാനത് കയ്യിൽ നിന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നഖത്തിൽ ഞാൻ ഒരു തവണ ഇട്ടതുകൊണ്ട് തന്നെ കളർ ഒരു അല്പം കുറവുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 2-3 ടൈംസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡാർക്ക് കളറിലായിട്ട് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.